Good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു തോരനാണ് ട്ടോ. രണ്ട് വെജിറ്റബിൾസ് ചേർത്തിട്ടുള്ള ഒരു തോരനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല എന്തൊക്കെ വെജിറ്റബിൾസ് ആണെന്നുള്ളത്. നമ്മുടെ ക്യാബേജും ബീൻസും ചേർത്തിട്ടുള്ള ഒരു തോരനാണ്. വളരെ എളുപ്പമാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ. അപ്പോൾ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും നല്ലൊരു സൈഡ് ഡിഷാണിത്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതുപോലെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കാറുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബീൻസ് ക്യാബേജ് തോരൻ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 200 ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കിലോ ക്യാബേജ് എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒക്കെ നമുക്ക് അരയ്ക്കാൻ വേണ്ടതാണ്. ഉള്ളി തേങ്ങ ഇതും അരയ്ക്കാൻ വേണ്ടതാണ്. ബീൻസ് നമ്മൾ നൈസായിട്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അധികം തിക്നെസ് ഇല്ലാതെ അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്ക് ആവിയിലാണ് ബീൻസ് വേവിക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. ക്യാബേജ് നമ്മളിതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കില്ലേ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തോരൻ റെഡിയാക്കാൻ വയ്ക്കാം. അതിനുശേഷം നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ, നമുക്ക് വറവിടാനും എല്ലാം ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. ഈ ഒരു തോരനിലേക്ക് നമുക്ക് സവോള വേണമെങ്കിൽ സവോള ചേർക്കാം കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് തോരൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാനിപ്പോൾ സവോള ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്ക് 2 വറ്റൽമുളകും അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ബീൻസാണ്. ബീൻസിന് കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലുണ്ട്. അതുകൊണ്ട് ആദ്യം ബീൻസ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ സവോള ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ബീൻസ് ചേർക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ചേർത്ത് കൊടുക്കുക. ബീൻസ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ബീൻസ് ഒന്ന് കുക്കായി കിട്ടാനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ക്യാബേജ് ചേർക്കുമ്പോൾ വെള്ളം ചേർക്കരുത്. അതുകൊണ്ട് ബീൻസിൽ മാത്രം വെള്ളം തളിച്ചു കൊടുത്തിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് ബീൻസ് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കണം എന്നില്ല കേട്ടോ. ഈ ആവിയിൽ തന്നെ കുക്കായി കിട്ടും. എനിക്ക് ബീൻസ് ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിലല്ലാതെ വേവിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ വെള്ളം തളിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം. ഇതൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. എല്ലാം ഒരുമിച്ചാക്കി വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് 4 എണ്ണം. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവനുസരിച്ച് തീരുമാനിക്കാം. പിന്നെ നമ്മുടെ ഉള്ളിയും തേങ്ങയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്, ഇത്രയും ചേർത്ത് ഒന്ന് തോരൻ്റെ ഭാഗത്തിൽ ഒതുക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ഒതുക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ തോരൻ്റെ ഭാഗത്തിലൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. നമുക്ക് ബീൻസിൻ്റെ കാര്യങ്ങൾ ബാക്കി നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ബീൻസ് എന്തായി നമുക്ക് നോക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും. ബീൻസിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒന്ന് കട്ടാവുന്നുണ്ടോ നോക്കാം. ബീൻസ് ഒന്ന് കട്ടായി വരുന്നുണ്ട്. അപ്പോൾ ബീൻസ് ഹാഫ് കുക്കായിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീൻസിനും ക്യാബേജിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ ബീൻസിനും ക്യാബേജിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാബേജും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അടച്ചു വയ്ക്കുന്നില്ല കേട്ടോ. ക്യാബേജ് ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. ഇനി നമ്മൾ തുറന്ന് വെച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഒരു 2-3 മിനിറ്റ് തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ആദ്യം എല്ലാം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് ആക്കി വെച്ച് കൊടുക്കുക.
അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ, ആവിയൊക്കെ കയറി വരട്ടെ. അതിനുശേഷം നമുക്ക് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് അരപ്പൊക്കെ ചേർത്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ക്യാബേജും ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ നടുഭാഗത്താണ് വയ്ക്കുന്നത്. നടുഭാഗത്തൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ അരപ്പ് നടുഭാഗത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് മാത്രമേ ഇനി കുക്കിംഗ് ടൈം ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമാണ് ഈ ഒരു തോരനൊക്കെ ഉണ്ടാക്കാൻ. നമ്മൾ കട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നേ ക്യാബേജ് കൊത്തി അരിയാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് കൊണ്ട് പതുക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വീണ്ടും ഒന്ന് അമർത്തി അടച്ചു വയ്ക്കാം. ഇതിനി ഒന്ന് അടച്ചു വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ 1 മിനിറ്റ് ഒന്ന് ആവി കയറി വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അരപ്പിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു തോരൻ്റെ പരിപാടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. 2 വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 3 വെജിറ്റബിൾസ് ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഇതുപോലൊരു തോരൻ റെഡിയാക്കി നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും രാത്രി കഞ്ഞിയാണെങ്കിൽ കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ നല്ല ടേസ്റ്റ്. കഞ്ഞിയുടെ കൂടെ ആണെങ്കിൽ ഇളം ചൂടിൽ ചേർത്ത് കഴിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.